friends, welcome to my video lecture on network theory. നമ്മൾ സൂപ്പർപൊസിഷൻ തിയറം നോക്കി. സൂപ്പർപൊസിഷൻ തിയറം വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സൂപ്പർപൊസിഷൻ തിയറം വെച്ചിട്ട് പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് ദ ഗിവൻ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ 2 ohm resistor in the given figure using superposition theorem. Voltage across the 2 ohm resistor. Question ഇതാണ്. ohm, 2 ohm, 2 ohm, പിന്നെ 3 ohm, ഇവിടെ കറണ്ട് സോഴ്സ് 2 ആംപിയർ, പിന്നെന്താ വരുന്ന ഒരു 5 ohm, 20 volt. Question ഇതാണ്. Find the voltage across the 2 ohm resistor using superposition theorem. ഇതാണ് 2 ohm resistor. 2 ohm resistor അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ സൂപ്പർപൊസിഷൻ തിയറം നമ്മൾ പറഞ്ഞു. ഫസ്റ്റിലെ നമ്മൾ ഓരോ സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യും. കൺസിഡർ 10 volt alone. 10 volt മാത്രം കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സിൻ്റെ ഒക്കെ എഫക്റ്റ് കളയണം. നമ്മൾ അവിടെ അങ്ങനെ കളയുന്ന സമയത്ത് ചെയ്യുന്നത് വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് സർക്യൂട്ട് ഇതാണെന്നിരിക്കും. 10 volt മാത്രം എടുക്കുന്ന സമയമാണ് ഞാൻ കാണിക്കുന്നത്. 10 volt മാത്രം. ഇതിനെ കളഞ്ഞു. അപ്പോൾ അവിടെ ഓപ്പൺ ആക്കി വരച്ചു. ഈ 20 വോൾട്ടിനെയും കളഞ്ഞു. അപ്പോൾ അവിടെ ഷോർട്ടായിട്ട് വരും. അപ്പോൾ ഇത് 5 ohm, ഇത് 3 ohm, ഇത് 2 ohm, ഇത് 10 ohm, ഇത് 20 ohm, ഇത് 10 volt. ഇനി നമുക്ക് ഈ ഒരു 10 volt മാത്രം ഉള്ളപ്പോൾ 2 ohമിന് അക്രോസ് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, 10 volt മാറ്റിയിട്ട് 2 ആംപിയർ മാത്രം വയ്ക്കും. എന്നിട്ട് അപ്പോഴുള്ള കണ്ടുപിടിക്കും. പിന്നെ എന്ത് ചെയ്യും, ഇതും മാറ്റി കളഞ്ഞിട്ട് 20 volt മാത്രം വയ്ക്കും. അപ്പോഴുള്ള കണ്ടുപിടിക്കും. അങ്ങനെ 3 കണ്ടീഷൻസ് കണ്ടുപിടിച്ചിട്ട് ഇതെല്ലാം കൂടെ ആൽജിബ്രായിക് സം ചെയ്യും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണ് സൂപ്പർപൊസിഷൻ തിയറം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഇവിടെ ഇപ്പോൾ നോക്കി, ഇവിടെ ഇതുവഴി കണക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ബ്രാഞ്ച് അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. അത് വേണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ഇനി ഈ ഒരു സർക്യൂട്ടിൽ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് 2 ohമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ 2 ohമിനുള്ള അക്രോസ് ഞാനിവിടെ നോർട്ടൺസ് തിയറം അല്ല നോഡ് അനാലിസിസ് യൂസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം സപ്പോസ് ഈ നോഡിൽ ഉള്ള വോൾട്ടേജ് V ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഞാൻ അസ്യൂം ചെയ്യുന്നു. അപ്പം I1, I2, I3 കൺസിഡർ നോഡ് 1 എന്ന് പേര് കൊടുത്തു. നോഡ് 1 എന്ന് പേര് കൊടുത്തു ഇവിടെ. ഈ നോഡ് ഗ്രൗണ്ട് നോഡ്, ഇത് ഗ്രൗണ്ട് നോഡാണ്. അപ്പം ഈ നോഡിൻ്റെ ഇക്വേഷൻ എഴുതുമ്പം I1 plus I2 plus I3 equal to 0. Applying Kirchhoff current law to that node, I1 plus I2 plus I3 equal to 0. I1 എന്ത് വരും? I1 എന്ന് വെച്ചാൽ ഈ ബ്രാഞ്ചിലെ കറണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഇവിടുത്തെ വോൾട്ടേജ് 10 volt. ഇവിടുത്തെ വോൾട്ടേജ് -10 volt by 10. അപ്പം I1 V minus 10 by 10 plus I2 എന്ത് വരും? V minus 0 by 20, V minus 0 by 20 plus I3 എന്ത് വരും? V minus 0 by ഈ രണ്ട് റെസിസ്റ്ററോട് കൂടണം. V minus 0 by ഇത് രണ്ടോട് കൂടണം. അപ്പം V minus 0 by 2ഉം 5ഉം കൂടെ കൂട്ടിയാൽ 7 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത്. V minus 10 by 10 plus V minus 0 by 20 plus V by 7 equal to 0. ഇത് സോൾവ് ചെയ്യുക. V ഇൻറ്റു ബ്രാക്കറ്റിൽ LCM ഒക്കെ എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ V ഇൻറ്റു 0.1
പ്ലസ് 0.05 പ്ലസ് 0.05 പ്ലസ് 0.143 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിനകത്ത് നിന്ന് നമുക്ക് വി കിട്ടുന്നു. വി ഈക്വൽ ടു 3.41 എന്ന് കിട്ടും. വി ഈക്വൽ ടു 3.41 വോൾട്ട്. അപ്പോൾ നമുക്ക് നോഡ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞു. 3.41 എന്ന് കിട്ടി. ഈ നോഡിലെ വോൾട്ടേജ് ആണിത്. നോഡ് വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു 3.41 വോൾട്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് ത്രൂ വോൾട്ടേജ് അക്രോസ് ദിസ് 2 ohm. വോൾട്ടേജ് അക്രോസ് ദിസ് 2 ohm ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 2 ohമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പം എന്ന് പറഞ്ഞാൽ അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കുക, ഇൻറ്റു 2 ohm ചെയ്താൽ മതി. ഇവിടുത്തെ വോൾട്ടേജ് ഇപ്പോൾ എനിക്ക് കിട്ടിയ എത്ര? 3.14. അപ്പോൾ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.14 മൈനസ് 0 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എനിക്ക് ഇങ്ങനെ എഴുതാം. 3.14 മൈനസ് 3.4 ആണല്ലേ, 3.41 മൈനസ് 0 ബൈ 2 പ്ലസ് 5 7. അതാണ് ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇനി അതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടണമെങ്കിൽ ഇൻറ്റു 2 ohമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടാൻ 2 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് വോൾട്ടേജ് അക്രോസ് ദ 2 ohm ഇസ് ഈക്വൽ ടു 3.41 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. 3.41 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ വോൾട്ടേജ് അക്രോസ് 2 ohm ഡ്യൂ ടു ദിസ് 10 വോൾട്ടേജ് സോഴ്സ് എലോൺ നമുക്ക് എത്ര കിട്ടും? 0.97 വോൾട്ട് എന്ന് കിട്ടി. 0.97 വോൾട്ട്. അപ്പം ഈ 10 വോൾട്ട് കൊണ്ട് കിട്ടിയ വോൾട്ടേജ് ആണ് 0.97. അത് ഞാനിവിടെ എഴുതി വയ്ക്കുവാണ്. 0.97 വോൾട്ട്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ എടുത്തു. നമുക്ക് വോൾട്ടേജ് കിട്ടിയതും പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ പൊളാരിറ്റി പ്ലസ് മൈനസ് ഇങ്ങനെ വരുന്നതായിട്ടാണ് അസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം 0.97 വോൾട്ട് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ കൺസിഡർ ചെയ്യുന്നു? കൺസിഡറിങ് ദ 20 വോൾട്ടേജ് സോഴ്സ് അലോൺ. 20 വോൾട്ടേജ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യണം. കൺസിഡർ our second step is to consider 20 voltage source alone. Consider 20 volt alone. അപ്പോൾ മറ്റു രണ്ടും നമ്മൾ മാറ്റണം. മാറ്റാൻ പോവാണ്. 10 വോൾട്ട് ഞാൻ ഷോർട്ട് ചെയ്തു. അപ്പം 10 ohm, ഇത് 20 ohm. ഓക്കെ, ഇത് 2 ohm, ഈ 3 ohm. ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് വരച്ചു. എന്നിട്ട് 20 വോൾട്ടേജ് സോഴ്സ് ഇത് 5 ohm, 20 വോൾട്ടേജ് മാത്രം എടുത്തു. 20 വോൾട്ട്. ഇനി ഈ സർക്യൂട്ടിനകത്ത് എനിക്ക് ഫൈൻഡ് ഔട്ട് ദി വോൾട്ടേജ് അക്രോസ് ദിസ് 2 ohm കണ്ടുപിടിക്കുക. 2 ohമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പം അതിനുവേണ്ടി ഇപ്പം ഇവിടെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് കളയാം. നേരത്തെ പോലെ തന്നെ ഇത് കളഞ്ഞു. സർക്യൂട്ട് ഇങ്ങനെ മാറും. ഇപ്പം ഈ സർക്യൂട്ടിനകത്ത് നമുക്ക് നേരത്തെ കണക്ക് ഇവിടെ ഒരു നോഡ് വോൾട്ടേജ് വി അസ്യൂം ചെയ്യാം. സപ്പോസ് അറ്റ് നോഡ് 1 നമ്മൾ കറണ്ട് ഇങ്ങനെ എടുക്കുന്നു. I1, I2, I3. അപ്ലൈയിങ് കിർച്ചോഫ് കറണ്ട് ലോ, I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു 0. ദിസ് I1 ഈസ് വി, ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ്, ഇടയ്ക്കുള്ള റെസിസ്റ്റർ. ഇവിടുത്തെ വോൾട്ടേജ് എത്ര? വി മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? 0 ബൈ ഇടയ്ക്കുള്ള റെസിസ്റ്റർ എന്താണ്? 10. അപ്പോൾ I1 എഴുതി. പ്ലസ് I2 എന്ത് വരും? ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I2. ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ബൈ ഇടയ്ക്കുള്ള റെസിസ്റ്റർ. ഇവിടുത്തെ വോൾട്ടേജ് വി ആണ്, മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് 0 ആണ്. ഇടയ്ക്കുള്ള റെസിസ്റ്റർ ഏതായിരുന്നു? നമ്മളവിടെ 20 അല്ലായിരുന്നു. അപ്പോൾ 20 പ്ലസ് I3 എന്ത് വരും? ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ബൈ ഇടയ്ക്കുള്ള റെസിസ്റ്റർ. ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇടയ്ക്കുള്ള റെസിസ്റ്റർ. ഇവിടുത്തെ വോൾട്ടേജ് വി മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് 20 ബൈ ഇടയ്ക്കുള്ള റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 5 7 ഈസ് ഈക്വൽ ടു 0. ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ബൈ ഇടയ്ക്കുള്ള റെസിസ്റ്റർ. ഇവിടുത്തെ വോൾട്ടേജ് വി, ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടെ 20 എടുക്കും. ഇനി സപ്പോസ് ഇവിടെ ഈ പൊളാരിറ്റി തിരിഞ്ഞായിരുന്നെങ്കിലോ, ഇങ്ങനെ ആയിരുന്നെങ്കിലോ, വി മൈനസ് നമ്മളിവിടെ -20 എന്ന് എഴുതിയേ അല്ലേ? ഓക്കെ,
പോട്ടെ. അപ്പം ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ v മൈനസ് 20/7 ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുന്നത്. v മൈനസ് 20/7 ഉണ്ട്, v/20 ഉണ്ട്, v/10 ഉണ്ട്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് v ഇൻറ്റു ഇതിൽ LCM എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ v ഇൻറ്റു 0.143 പ്ലസ് 0.05 പ്ലസ് 0.05 പ്ലസ് 1 ഈക്വൽ ടു 0. 0.05 പ്ലസ് 1 ഈക്വൽ ടു 0.05 പ്ലസ് 0.1 0.05 പ്ലസ് 0.1 ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് v എത്ര കിട്ടുന്നു? v ഈക്വൽ ടു 9.76 വോൾട്ട് എന്ന് കിട്ടുന്നു. 9.76 v ഈക്വൽ ടു 9.76 വോൾട്ട്. ഓക്കെ, v is equal to 9.76 വോൾട്ട് എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഇവിടെ അറിയേണ്ടത് ഈ വോൾട്ടേജ് ഇപ്പം കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്, അല്ലേ? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതുവഴിയുള്ള കറണ്ട് കണ്ടുപിടിക്കുക, ഇതിൻ്റെ ഡ്രോപ്പ് കണ്ടുപിടിക്കുക. ഇതുവഴിയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ഈ രജിസ്റ്റർ ചെയ്താൽ മതി. ഇവിടുത്തെ വോൾട്ടേജ് ഇപ്പോൾ എനിക്ക് കിട്ടിയത് 9.76 ആണ്. അപ്പോൾ ഇതുവഴിയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതുവഴിയുള്ള കറണ്ടിനെ കണ്ടുപിടിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. ആ v മൈനസ് 20 ഡിവൈഡഡ് ബൈ ഈ രണ്ട് റെസിസ്റ്ററും കൂടെ കൂടുക, 2ഉം 5ഉം കൂടെ കൂട്ടി 7 ഇൻറ്റു ഈ വോൾട്ടേജ് എത്ര, ഈ റെസിസ്റ്റർ എത്ര 2. അപ്പോൾ v മൈനസ് 20/7 ഇൻറ്റു 2 എന്ന് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. വിക്ക് വാല്യൂ ഇടുക, അതായത് 9.76 മൈനസ് 20 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 2. അതാണ് വോൾട്ടേജ് അക്രോസ് ദിസ് 2 ohm. 2 ohമിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അത് എത്ര കിട്ടുന്നത്? നെഗറ്റീവ് വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. -2.92. -2.92 അത്രയും വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതി വയ്ക്കുന്നു. അപ്പോൾ ആദ്യത്തെ കേസ് 0.97 കിട്ടി, രണ്ടാമത്തെ കേസ് -2.92 വോൾട്ട് എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ കേസാണ് അടുത്ത് പറയുന്നത്. അവിടെ എന്ത് ചെയ്യും? കൺസിഡർ this 2 ampere source alone, 2 ampere source only, അത് മാത്രം എടുക്കുന്നു. അപ്പോൾ മറ്റതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. 10 വോൾട്ടിനെ നമ്മൾ ഷോർട്ട് ചെയ്തു, അതായത് വോൾട്ടേജ് സോഴ്സ് എന്തെങ്കിലും ഷോർട്ട് ചെയ്യും, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യും, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം അതാണ് വരയ്ക്കുന്നത്. 20 ohm, ഇത് 2 ohm, ഇത് 3 ohm. ഇവിടെ നമുക്കൊരു കറണ്ട് സോഴ്സ് ഉണ്ട് 2 ആംപിയർ. ഇവിടെ ഈ 5 ohm 20 വോൾട്ടേജ് നമ്മൾ ഷോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയായി മാറും സർക്യൂട്ട്. അപ്പം ഇത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 2 ohമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ 2 ohമിൽ കൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നു കണ്ടുപിടിക്കുക. 2 ohമിൽ കൂടെ അതേ ഇൻറ്റു ആ കറണ്ടിനെ ആയി നിർത്തി കഴിഞ്ഞാൽ അതേ ഇൻറ്റു 2 ohm ആയിരിക്കും അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ 2 ohമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഞാനിവിടെ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് എത്തുന്ന കറണ്ട്, അതായത് ഈ ജംഗ്ഷനിൽ എത്തുന്ന കറണ്ട് 2 ആംപിയർ ആണ്, അല്ലേ? അതിൽ നിന്ന് ഒരു പോർഷൻ ഇങ്ങോട്ടും പോകും, ഒരു പോർഷൻ ഇങ്ങോട്ടും പോകും. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ്. അപ്പം കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് ആ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന കറണ്ട് ഇവിടെ 2 ആംപിയർ ആണ്, അത് ഇൻറ്റു അതർ റെസിസ്റ്റർ എന്ന് ഇവിടെ എത്ര 5 ആണ്. അതർ റെസിസ്റ്റൻസ് 5 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ഇത്രയും റെസിസ്റ്റൻസും ഇതും കൂടെ കൂട്ടണം, അതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ. ഇത്രയും റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 10ഉം 20 കൂടെ പാരലൽ, അതിനുള്ള 2 ohm സീരീസ്. 10ഉം 20 പാരലൽ നമുക്ക് എടുത്ത് നോക്കാം. 10 × 20/10 + 20 പ്ലസ് ഇതുണ്ട്, ഇത് സീരീസ് ആയിട്ടിരിക്കുമല്ലേ, അപ്പോൾ അത് 2. അപ്പോൾ ഈ ഇത്രയത്തിന് നമുക്ക് റീപ്ലേസ് ചെയ്ത ഒരു വാല്യൂ കിട്ടും. 200/30 + 2 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടണം. അപ്പം 200/30 + 2 200/30 + 2 + 5. ഇതാണ് കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ കറണ്ട് നമുക്ക് 5 × 10/10
10 ഡിവൈഡഡ് ബൈ അത് ചെയ്തു വരുമ്പോഴത്തേക്കിനും 13.67 കിട്ടും. ഇത് ചെയ്യുമ്പോൾ 13.67 കിട്ടും. അപ്പോൾ നമുക്ക് ആ കറണ്ടിൻ്റെ വാല്യൂ 0.73 ആംപിയർ കിട്ടും. 0.73 ആംപിയർ. അത് ഫ്ലോ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് ഫ്ലോ ചെയ്യുന്നതിലാണ്. അതായത് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. ഓക്കെ, അവിടെ പ്ലസ് അവിടെ മൈനസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ 0.73 ആംപിയർ എന്ന് കിട്ടി. അപ്പം വോൾട്ടേജ് എത്ര കിട്ടും? വോൾട്ടേജ് V is equal to ഈ കറണ്ട് ഇൻറ്റു 0.73 ഇൻറ്റു ആ റെസിസ്റ്റൻസ് 2. 0.73 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1.46 വോൾട്ട് എന്ന് കിട്ടും. 1.46 വോൾട്ട് എന്ന് കിട്ടും. അപ്പം നമുക്കിവിടെ കിട്ടി ആ വോൾട്ടേജ് കൂടെ എഴുതിയിരിക്കുക. 1.46 വോൾട്ട് എന്ന് കിട്ടി ആ വോൾട്ടേജ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പൊളാരിറ്റി എന്താണ്? ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് അല്ലായിരുന്നു, അതുകൊണ്ട് അത് മൈനസ് ആയിട്ട് എടുക്കുക. തിരിച്ചായിരുന്നു പൊളാരിറ്റി എങ്കിൽ നമ്മൾ ഈ 0.97 കിട്ടിയ അതേ പൊളാരിറ്റി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് എടുത്തേനെ. ഇവിടെ ഇപ്പോൾ നമുക്ക് പൊളാരിറ്റി വന്നിരിക്കുന്നത് ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് ഇത് മൈനസ് എന്ന് എടുത്തു. ഓക്കെ, ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വോൾട്ടേജ് ആണ് ഈ ഒരു സർക്യൂട്ട് കാരണം കിട്ടുന്നത് എന്നുള്ളത് സൂപ്പർ പൊസിഷൻ തിയറം വെച്ച് ചെയ്ത് കിട്ടും. അപ്പം നെറ്റ് വോൾട്ടേജ് V is equal to വോൾട്ടേജ് വേഴ്സസ് 2 ohm V is equal to ബൈ സൂപ്പർ പൊസിഷൻ തിയറം ഓരോന്നിൻ്റെതും ആൽജിബ്രായിക് ആയിട്ട് സം ചെയ്യുന്നു. 0.97 പ്ലസ് മൈനസ് 2.92 പ്ലസ് മൈനസ് 1.46 എല്ലാം കൂടെ സം ചെയ്തു. ആൽജിബ്രായിക് സം ആയതുകൊണ്ട് നെഗറ്റീവ് അതാണ് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.41 മൈനസ് 3.41 വോൾട്ട് എന്ന് കിട്ടും. മൈനസ് 3.41 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വോൾട്ടേജ് അറ്റ് എ ഇസ് നെഗറ്റീവ്. അതായത് എ എന്ന് പറഞ്ഞ് എടുക്കുന്ന നമ്മൾ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിലെ വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് മൈനസ് 3.41 എന്ന് വന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വോൾട്ടേജിൻ്റെ പൊളാരിറ്റി സഹിതം അവിടെ കിട്ടുന്നു. ഓക്കെ, 3.41 മൈനസ് 3.4 വോൾട്ടാണ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ട് പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യമേ 10 വോൾട്ട് മാത്രം കൺസിഡർ ചെയ്യും. 10 വോൾട്ട് മാത്രം വെച്ചിട്ട് ഇതിനെ ക്രോസ് എന്ത് വോൾട്ടേജ് കിട്ടുമെന്ന് കണ്ടുപിടിച്ച് അത് എഴുതി വയ്ക്കും. പിന്നെ 20 വോൾട്ട് മാത്രം കൺസിഡർ ചെയ്യും, അത് വെച്ച് കിട്ടുന്നത് എഴുതി വയ്ക്കും. പിന്നെ 2 ആംപിയർ മാത്രം കൺസിഡർ ചെയ്യും, അത് വെച്ച് കിട്ടുന്നത് എഴുതി വയ്ക്കും. അവസാനം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. ഇനി ഒരെണ്ണം മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സോഴ്സസിനെ എലിമിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കറണ്ട് സോഴ്സ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.